ഓ ഇന്നത്തെ 5 കിലോമീറ്റർ ഓടി കേട്ടോ. അതാരാ ഓടുന്നത്? ഓ അത് നമ്മളെ ജോസാറല്ലേ? ജോസാറേ എത്ര കിലോമീറ്റർ ഓടുന്നത്? 21 കിലോമീറ്റർ. 21 കിലോമീറ്ററോ? അതെ 21.1 ഹാഫ് മാരത്തോൺ. ഹാഫ് മാരത്തോൺ അല്ലേ? ഓ അടിപൊളി അടിപൊളി. അപ്പൊ ഇതെങ്ങനെയാ, ഡെയിലി ഓടാൻ വരാറുണ്ടോ? ഡെയിലി ഓടും. ഡെയിലി 21 കിലോമീറ്റർ ഓടോ? യെസ്, ഡെയിലി 21 കിലോമീറ്റർ. അതെ, അതായത് 100 ദിവസം ഹാഫ് മാരത്തോൺ കണ്ടിന്യൂസ് ആയി ഓടിയ 100 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓടും? അതെ. അമ്പോ, അപ്പൊ ഇതേ ഇപ്പൊ എത്ര ദിവസമായി? ഇത് ഇന്നേക്ക് 96ാമത്തെ ദിവസം. ജസ്റ്റ് 1 കിലോമീറ്റർ കൂടെ ബാക്കിയുണ്ട്. ഓ ഇതൊരു ഭയങ്കര സംഭവമാണല്ലോ. ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, 3-4 ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതെ, പക്ഷേ 55 വയസ്സിന് മേലെ ഇന്ത്യയിൽ ആരെങ്കിലും ചെയ്തതായിട്ട് ഇതുവരെ അറിയില്ല. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇത് എഴുതി അറിയിച്ചിട്ടുണ്ട്. കുറെ വർഷമായോ അപ്പൊ റണ്ണിങ് തുടങ്ങിയിട്ട്? ഞാൻ ചൈൽഡ്ഹുഡിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. കോളേജിൽ പോയി തുടങ്ങിയ സമയത്താണ് സ്പോർട്സ് ആക്റ്റീവായി ചെയ്യാൻ തുടങ്ങിയത്. ആക്ച്വലി ഞാനൊരു റേസ് വാക്കറാണ്, പിന്നെ അങ്ങനെ റണ്ണിങ്ങിലേക്ക് വന്നു. അപ്പോൾ ഇതെന്താ ഡെയിലി ഇങ്ങനെ ഓടാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ ഈ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും ചെയ്യണ്ടേ, എന്തായാലും പ്രാക്ടീസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു എയിം ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഭംഗിയായിരിക്കും. ഇതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. അതൊരു ചലഞ്ചിങ് ഈവന്റ് ആണ് അങ്ങനെ ഡെയിലി ചെയ്യാന്നുള്ളത്. അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷൻ, ഞാൻ പ്രീ പ്രിപ്പറേഷൻ എന്ന രീതിയിൽ 3 മാസം ഇങ്ങനെ തന്നെ ഓടി നോക്കി. എൻ്റെ കൂട്ടുകാരോട് ചർച്ച ചെയ്തു. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് മൺസൂൺ കഴിയുന്നതിന് മുന്നേ തന്നെ തുടങ്ങണമെന്ന് കരുതി ജൂലൈ ആദ്യ വാരത്തിൽ തന്നെ തുടങ്ങി. ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെ? എല്ലാവരും നല്ല സപ്പോർട്ട്. ഇതാ നോക്ക്, റൈറ്റ് സൈഡ് കാണുന്ന മിസ്റ്റർ ഷാജി. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ദിവസം ഞാൻ ഈ ബീച്ചിൽ വരാറുണ്ട്. ഇതൊരു റിലാക്സേഷൻ റണ്ണിങ് ആണ് ഇവിടെ ബീച്ചിൽ വരുമ്പോൾ. പക്ഷേ ഇപ്പോ ആ സമയത്ത് ഏർലി മോർണിംഗ് മുതൽ ഇദ്ദേഹത്തെ ഇവിടെ കാണാം. നല്ലൊരു കമ്പനിയാണ് എനിക്ക്. തൃശ്ശൂർ നല്ല ഫാമിലി പോലത്തെ കൂട്ടുകാരുണ്ട്, കൊല്ലത്തുണ്ട്, മാഹിയിലുണ്ട്. അവരുടെ അടുത്തെല്ലാം പോയി ഓടിയിട്ടുണ്ട്. പാലക്കാട് ഞാൻ പോയി ഓടിയിട്ടുണ്ട്. കന്യാകുമാരി കൂട്ടുകാരുടെ കൂടെ ഓടിയിട്ടുണ്ട്. ഗോവയിൽ പോയിട്ടുണ്ട്. എല്ലാം ഈ 100 ദിവസത്തിനിടയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വലിയ അച്ചീവ്മെന്റ് ആയി മാറട്ടെ. പുതിയ തലമുറക്കും എല്ലാവർക്കും ഇതൊരു വലിയൊരു മോട്ടിവേഷൻ ആവട്ടെ. ആരോഗ്യകരമായ സമൂഹത്തെ വാർത്തെടുക്കാൻ ഇതൊരു പ്രചോദനമായി മാറട്ടെ. അപ്പോൾ ജോസാറിന്റെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.